കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഇന്ന് സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ആദ്യം ഒരു സങ്കീർത്തനം വായിച്ച് അതിലെ ഒരു വചനം നമുക്ക് അല്പനേരം ധ്യാനിക്കാം. സങ്കീർത്തനം 84 വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 84. ഞാൻ ആദ്യം, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! കുരുകിൽ ഒരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോണിലേക്ക് പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോണിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കേണമേ. നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. ചേർന്ന് വായിക്കാം. 11, 12 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കുന്നില്ല. സൈന്യങ്ങളുടെ യഹോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിമനോഹരമായ ഒരു സങ്കീർത്തനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. സങ്കീർത്തനത്തിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ് കാണുന്നത്: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. സങ്കീർത്തനത്തിൻ്റെ അവസാനവും കാണുന്നത് സൈന്യങ്ങളുടെ യഹോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ രണ്ട് വാക്കുകൾ നമ്മോട് സംസാരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി, അവൻ ഭാഗ്യവാനാണ്. അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവേ, ആ ദൈവ സാന്നിധ്യം, ആ ഭാഗ്യകരമായ പദവി നിൻ്റെ യാഗപീഠം തന്നെ. നിൻ്റെ യാഗപീഠത്തിലാണ് ആ ഭാഗ്യകരമായ പദവി മാനവകുലത്തിന്, മനുഷ്യന് ഉള്ളത്. മനുഷ്യന് ഏകമായ ആശ്രയം നിൻ്റെ യാഗപീഠമാണ്. എന്താണ് ഈ യാഗപീഠം? ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം മനുഷ്യന് പാപബോധം ഉളവാക്കി. ഒരു പാപിയെക്കുറിച്ച്, അവൻ്റെ ശിക്ഷയെക്കുറിച്ച് ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പറഞ്ഞു. എബ്രായലേഖനം 12-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ അത് വ്യക്തമായിരിക്കുന്നു. ഒരു പാപിയെ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവം ഇറങ്ങി വന്ന സിനായ് പർവ്വതത്തിൽ, ആ പർവ്വതത്തെ തൊടുവാൻ ഒരു പാപിക്കും സാധിക്കയില്ല. അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇതാണ് പ്രമാണം. സോ ന്യായപ്രമാണോ പാപബോധം മനുഷ്യന് കൊടുത്തു. ന്യായപ്രമാണം അനുസരിക്കാത്തവൻ പാപിയാണ്, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. സോ ദൈവം ഒരു മനുഷ്യനെ തള്ളിക്കളഞ്ഞില്ല. പിന്നീടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു പാപിയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ആ പ്രമാണം ദൈവം അവനെ കൈവിടിയുന്നില്ല. അപ്പോഴാണ് യാഗപീഠം, ദൈവം ഒരു യാഗപീഠം മനുഷ്യന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്താണ് ഈ യാഗപീഠം? മനുഷ്യനെയും ദൈവത്തെയും അടുപ്പിക്കുന്ന ഒരു സ്ഥലമാണ് യാഗപീഠം പഴയ നിയമങ്ങളിൽ. അതുമായി ബന്ധപ്പെട്ട് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം
20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ തന്നെ വായിക്കാം. മണ്ണ് കൊണ്ട് ഒരു യാഗപീഠമുണ്ടാക്കി അതിൻ്റെ മേൽ ആട്ടിൻകുട്ടൻ്റെയും പശുക്കിടാവിൻ്റെയും യാഗം കഴിക്കുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. കല്ലെറിഞ്ഞു കൊല്ലേണ്ട മനുഷ്യ, നീ മണ്ണ് കൊണ്ടൊരു യാഗപീഠമുണ്ടാക്കി അതിൻ്റെ മേൽ യാഗം കഴിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. പക്ഷേ ആ യാഗത്തിൻ്റെ നടുവിൽ രക്തം എനിക്കും നിനക്കും മധ്യയുണ്ട്. അതാണ് യാഗപീഠം. യാഗപീഠം മനുഷ്യൻ്റെ പാപങ്ങളെ കഴുകുവാനും ദൈവത്തിലേക്ക് അടുക്കുവാനുമുള്ള ഒരു വഴി ന്യായപ്രമാണത്തിൽ യാഗപീഠം എന്നതിന് അടിസ്ഥാനമാണ്. അടുത്തതായി 25-ാം വാക്യം, പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 25-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ കല്ലുകൊണ്ടൊരു യാഗപീഠമുണ്ടാക്കുന്നുവെങ്കിൽ അതിനെ ചെത്തരുത്. If you are making a altar for me with stone, it should not be dressed. It should not be dressed. If you are dressing, that means you are using your weapon. If you use your weapon, you are defiling the altar. You are making unclean the altar. കല്ലുകൊണ്ടൊരു യാഗപീഠമുണ്ടാക്കി ആ യാഗപീഠത്തിന് കല്ലിനെ നീ ചെത്തരുത്. ആ കല്ലിനെ നീ ചെത്തിയാൽ അത് നിന്റെ ആയുധം ഉപയോഗിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ഒരു 2 മിനിറ്റ് എന്നോട് കൂടെ ഇരിക്കണമേ ദൈവജനമേ. ഈ ചർച്ചിൻ്റെ ഒരു പില്ലറായിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു വചനം ധ്യാനിക്കുവാനും അത് പറയുവാനും ദൈവാത്മാവ് എന്നെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ യാഗപീഠത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കരുത്. നമ്മുടെ ആയുധങ്ങൾ എന്താണ്? ഗലേഷ്യൻ ലേഖനത്തിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, 15 കാര്യങ്ങളാണ് ജഡത്തിൻ്റെ ആയുധങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ആയുധം ജഡീകങ്ങളല്ല. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ഞങ്ങളുടെ ആയുധങ്ങൾ ലോകത്തിൻ്റെതല്ല, ഞങ്ങളുടെ ആയുധം സാത്താൻ്റെതല്ല, ഞങ്ങളുടെ ആയുധം ഹല്ലേലൂയ കോട്ടകളെ ഇടിക്കുവാൻ ശക്തമായ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒരു വിശ്വാസിക്ക് 3 ശത്രുക്കളാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. ഒരു വിശ്വാസിക്ക് 3 ശത്രുക്കളാണ്. 1 ലോകം, 2 ജഡം, 3 പിശാച്. ഹല്ലേലൂയ. പൗലോസ് അതാണ് പറഞ്ഞത്, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകമല്ല, ഞങ്ങളുടെ ആയുധങ്ങൾ ലോകത്തിൻ്റെതല്ല, ഞങ്ങളുടെ ആയുധം പൈശാചികമല്ല, ഞങ്ങളുടെ ആയുധം ഗലാത്യൻ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന 5-19-15 കാര്യങ്ങൾ, അസൂയ, വെറിക്കൂത്ത്, മദ്യപാനം, തെറ്റായ എല്ലാ കാര്യങ്ങളും ആ 15 വാക്യങ്ങളിലുണ്ട്. അത് ഞങ്ങളുടെ ആയുധമല്ല. അപ്പോൾ യാഗപീഠത്തിലേക്ക് വരുമ്പോൾ നീ ഇതൊന്നും എടുക്കരുത്. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ടതും ദൈവ സഭയോട് പറയുവാനുള്ള കാര്യമാണിത്. എന്താണ് ഈ യാഗപീഠം? പുതിയ നിയമത്തിൽ ഈ യാഗപീഠം എവിടെ? പാപിയായ ഒരു മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടുവാൻ ദൈവം കൊടുത്തതാണ് യാഗപീഠം എന്ന് ഞാൻ പറഞ്ഞു. അതുതന്നെയാണ് വേദപുസ്തകവും പറയുന്നത്. പക്ഷേ
യാഗപീഠത്തിലേക്ക് വരുമ്പോൾ ജഡികമായ ആയുധങ്ങൾ നീ എടുക്കരുത്. അത് യാഗപീഠത്തെ മലിനമാക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും എബ്രായ ലേഖകൻ 12 അധ്യായങ്ങളിൽ പറഞ്ഞു. 1-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം ഭാഗമായും വിധമായും പ്രവാചകന്മാരുടെ അരുളി ചെയ്തിപ്പോൾ പുത്രനിലൂടെ അവൻ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തിനെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാണ്. അവൻ ദൂതന്മാരിൽ ശ്രേഷ്ഠനാണ്, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനാണ്, പുരോഹിതന്മാരിൽ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. യാഗങ്ങളെയും യാഗപീഠത്തെയും തിരുനിവാസത്തെയും ഒക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് 13-ാം അധ്യായത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അവിടെയാണ് പഴയ നിയമത്തിലെ യാഗപീഠത്തിൽ നിന്നും നമ്മെ പുതിയ നിയമത്തിലെ യാഗപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണ് അവിടെ പറയുന്നത്? പോൾ പറയുകയാണ്, there is one altar for us, there is one altar for കൂടാരത്തിൽ പാർക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. ഒരു യാഗം ഇതാണ് ഒരു വിശ്വാസിയുടെ ഹല്ലേലൂയ ആസ്ഥാനം. ഇതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീഠം എത്ര മനോഹരം, നിന്റെ തിരുനിവാസം എത്ര മനോഹരം, നിന്നിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതാണ് പോൾ പറയുന്നത്. 14 ലേഖനങ്ങൾ എഴുതിയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതും അത് തന്നെയാണ്. കൂടാരത്തിൽ പാർക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ. അപ്പോൾ ന്യായപ്രമാണത്തിന് പുറത്താണ് സംഭവം. There is one altar for you. ആ യാഗപീഠം പണിത എങ്ങനെയാണ്? നിന്റെ ചെലവുണ്ടോ? അതിൽ നമുക്കൊരു ചെലവുമില്ല. ദൈവവചനമാകുന്ന ക്രിസ്തു മണ്ണിനെ കൊണ്ട് പണിത മനുഷ്യ സദൃശ്യനായി അവൻ കടന്നു വന്നു. യാഗപീഠത്തിൽ അവൻ സ്വന്തം രക്തത്തെ ഒഴുക്കി. പാപമൊഴികെ മറ്റ് സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന സർവവ്യാപിയായ സർവേശ്വരനായ ദൈവത്തിൻ്റെ രക്തത്താൽ നിന്നെ കഴുകിയെങ്കിൽ സ്വർഗം ഇന്ന് നിന്നോട് പറയുന്നു, യാഗപീഠത്തിലേക്ക് നിന്റെ ആയുധങ്ങൾ കൊണ്ടുവരരുത്. വിശുദ്ധ സഭയോട് പറയുന്നു, യാഗപീഠത്തിൻ്റെ കല്ലുകളെ ചെത്തരുത്. നിങ്ങൾ കല്ലുകൾ ചെത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുധം ഉപയോഗിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തമായിരിക്കുന്ന ദൈവശക്തിയാണ്. എന്താണത്? ഗലാത്യ ലേഖനത്തിൽ 5:22 പറയുന്നു, ആത്മാവിന്റെ ഫലങ്ങളാണത്. ആത്മാവിന്റെ ഫലത്തോടുകൂടി കോട്ടകളെ ഇടിപ്പിക്കുവാൻ ശക്തമായതാണ്. ജഡികങ്ങളായ ആയുധങ്ങൾ ഒന്നും ഉപയോഗിക്കരുത്. എരിഹോ മതിലിന് ചുറ്റും നീ മൗനമായി ഇരിക്കണം. നിന്റെ ജഡികമായ ഒരു ചിന്തയും അവിടെ കൊണ്ടുവരരുത്. 6 ദിവസം നിങ്ങൾ ചുറ്റി 7-ാമത്തെ ദിവസം ജഡികമായ ആരാധനകളോ ജഡികമായ ആയുധങ്ങളല്ല വേണ്ടത്. നീ ആരാധിക്കുമ്പോൾ നിന്റെ ആയുധം ഉപയോഗിക്കാതെ ആരാധനയിൽ സർവശക്തൻ വെളിപ്പെടുമ്പോൾ എരിഹോ മതിലുകൾ വീഴും. നിന്റെ ആയുധം ഉപയോഗിക്കരുത്. അത് യാഗപീഠത്തെ മലിനമാക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, സ്വർഗം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണത്, പൈശാചികമാണത്. സ്വന്തം ഇടത്തിന്റെ രാഗമോഹങ്ങളെ യേശു ക്രിസ്തുവിൽ അത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ആയുധങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ജഡികമായ ആയുധങ്ങൾ ആത്മീയ ജീവിതത്തിന് വിരോധമാണ്. ജഡികമായ ആയുധങ്ങൾ ആത്മീയ ലോകത്തിന് വിരോധമാണ്. സങ്കീർത്തനം 66-18 വാക്യത്തിൽ പറയുന്നത്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യങ്ങൾ കരുതിയിരുന്നുവെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യങ്ങൾ കരുതിയിരുന്നുവെങ്കിൽ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കില്ലായിരുന്നു. ആയുധങ്ങൾ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന് വെറും ശുദ്ധമായി നിർമ്മലമായി വചനം കൊണ്ട് നിറയ്ക്കേണ്ട സ്ഥലമാണ്. ജഡത്തിൻ്റെ ആയുധങ്ങൾ കരുതിയെങ്കിൽ നിന്റെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കില്ല. പാപത്തിൽ നിന്ന് ഉറവിടമായത് ട്രഡീഷൻസ് ആൻഡ് പ്രാക്ടീസസ് കൊണ്ട് നമ്മെ പിന്തുടരുന്നത്, ആ ജഡികമായിരിക്കുന്ന വെപ്പൺസിനെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരരുത്. തിരുസന്നിധിയെ മലിനമാക്കുന്നതാണത്. വിശുദ്ധിയോടെ ആ പവിത്രമായ രക്തം നിനക്ക് വേണ്ടി തന്നു എന്നുള്ളതോ അത് സ്വർഗത്തിൻ്റെ രക്തമാണ്. അത് ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയോ അതിലുള്ള സകലത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്ന സർവശക്തൻ്റെ ശക്തിയായ ആ രക്തം കൊണ്ട് നിന്നെ കഴുകിയിരിക്കുന്നുവെങ്കിൽ, ആ രക്തവുമായി ചേർന്നിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതാണ് പൗലോസ് പറയുന്നത്. അവിടെ പറ്റിയിരിക്കുന്നവൻ ആത്മീയനാണ്. അതാണ് പൗലോസ് പറയുന്നത്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ യാഗപീഠത്തിന്റെ ശക്തിയിൽ നീ നിന്റെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര കോട്ടകൾ തകർന്നു പോകും. നിന്റെ ആയുധം ആത്മീയമാണ്. ഈ ലോകത്തിന്റെ ആയുധങ്ങളെ തകർത്തിടുവാൻ, ഈ സാത്താന്യ ആയുധങ്ങളെ തകർത്തു കളയുവാൻ, നിന്നെ നശിപ്പിക്കുന്ന ജഡത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ, ആത്മീയതയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ജഡീക ചിന്താഗതികളെ കപാലക സന്തനബാല ഹല്ലേലൂയ. സ്നേഹസമ്പന്നനായ ദൈവത്തെ പൂർണ്ണമായും ആ സ്നേഹത്തെ മനസ്സിലാക്കിയ യോഹന്നാൻ പറയുകയാണ്. 1 യോഹന്നാൻ 2:27 പറയുന്നു, ഹല്ലേലൂയ, ലോകവും അതിൻ്റെ മോഹവും നശിച്ചു പോകും, മുടിഞ്ഞു പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്ത് യാഗപീഠത്തിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവവൈതലേ, നീ എന്നും നിത്യതയിലിരിക്കും. ലോകങ്ങളും അതിൻ്റെ മോഹങ്ങളും അങ്ങനെ ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ യാഗപീഠത്തിൻ്റെ രക്തത്തേക്ക് ഈ ലോകത്തിൻ്റെ ആയുധങ്ങൾ ഒന്നും എടുക്കാതെ, ജഡത്തിൻ്റെ ആയുധങ്ങൾ എടുക്കാതെ, സാത്താന്യ ചിന്താധാരകളെ അടുപ്പിക്കാതെ, യാഗപീഠം എന്ന പവിത്രമായ രക്തത്താൽ നിന്നെ കഴുകിയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത് നിനക്ക് സാധിക്കും. മലിനമായതിനെ എടുത്തു കളയുക. ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്, ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ അത് നമ്മെ വശീകരിക്കുകയാണ്, അത് നമ്മെ നശിപ്പിക്കുകയാണ്, അത് നമുക്ക് വേണ്ട. അതെടുത്തു കളയേണ്ട ഭാഗത്തിനെ നാം എടുത്തു കളയേണ്ടിയിരിക്കുന്നു, അഴുക്കിനെ നാം മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് ഒരു മനുഷ്യൻ്റെ ശക്തി. ഒരു മനുഷ്യൻ്റെ ശക്തി അവൻ്റെ ബുദ്ധിയുള്ള തീരുമാനങ്ങളല്ല. ഒരു മനുഷ്യൻ്റെ ശക്തി അവൻ്റേതായിരിക്കുന്ന കാൽക്കുലേഷനും അവൻ്റെ എഡ്യൂക്കേഷനുമല്ല. അതൊക്കെ പൗലോസ് പറയുന്നു. ഹല്ലേലൂയ. അതിനെപ്പറ്റി പൗലോസ് ഒന്ന് മാത്രമാണ് പറയുന്നത്, അത് റബിഷ്, അത് ചവറാണ്. നീ മെനയുന്ന സകല കാൽക്കുലേഷനും
ജഡത്തെ ഉപയോഗിച്ചുകൊണ്ടോ ലോകത്തെ ഉപയോഗിച്ചുകൊണ്ടോ പൈശാചിക ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടോ നീ മെനയുന്ന സകല കാൽക്കുലേഷനോ റബിഷ്. അത് പൈശാചികമാണ്. ഹല്ലേലൂയ. അത് ചവറാണ്. എന്നാൽ എന്നും നിത്യതയിലായിരിക്കുന്നത്, എന്നും നിത്യതയിലായിരിക്കുന്നത് നീയും ദൈവ സാന്നിധ്യവും ദൈവവചനവുമാണ്. അതുകൊണ്ട് അപ്പോസ്തലർ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടക്കുമ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്കൊരായുധമുണ്ട്. സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എഫേസ്യൻ അധ്യായത്തിൽ പറയുന്നു, put the armor of God, not the armor of devils, not your body thought thinkings. Hallelujah, hallelujah, hallelujah. ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ അന്ധകാരത്തിന് കീഴ്പ്പെടുത്തുവാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന ജഡത്തിലുള്ള അംശങ്ങളെ നാം ഉപേക്ഷിക്കണം. നാം എന്നും ആത്മീയരായി ആ യാഗപീഠത്തിലേക്ക്, അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. ഹല്ലേലൂയ. കുരുകികൾക്കൊരു കൂടും, മീവൽ പക്ഷിക്കൊരു വീടും, സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീഠം തന്നെ. ആ യാഗപീഠമല്ലാതെ 84-ാം സങ്കീർത്തനക്കാരൻ്റെ വെളിപ്പാടല്ലാതെ ഈ 2025 സഭയോടും ഈ ലോകത്തോടും ഞാൻ വിളിച്ചു പറയട്ടെ, ഈ യാഗപീഠമല്ലാതെ മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ വേറൊരു സ്ഥലമില്ല. മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ നാം ഉപേക്ഷിക്കണം. സാത്താന്യ ചിന്താധാരകളെ നാം ഉപേക്ഷിക്കണം. നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന മോഹങ്ങളെ നാം ഉപേക്ഷിക്കണം. നാം ദൈവ സന്നിധിയിലേക്ക് ആ പരിശുദ്ധ രക്തത്തിൻ്റെ വിലയറിഞ്ഞ് നാം നമ്മെ തന്നെ യാഗപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ സ്വർഗം എന്താണ് പറഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞ വചനം തന്നെ. മണ്ണുകൊണ്ടുള്ളൊരു യാഗപീഠമുണ്ടാക്കി അതിൻ്റെ മേൽ നീ ആട്ടിൻകുട്ടൻ്റെയും പശുക്കിടാവിൻ്റെയും യാഗം കഴിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇന്നത്തെ കർത്തൃദിവസം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും തൊട്ടനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോയത്. എൻ്റെ ഈ ധ്യാനം ഞാനിവിടെ ഇപ്പോൾ നിർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 84-ാം സങ്കീർത്തനത്തിൻ്റെ ഓരോ വരികളെയും ധ്യാനിക്കുവാൻ തുടങ്ങിയാൽ അതൊരു നീണ്ട പ്രസംഗമായി പോകും. അതുമാത്രം 3 വരികളിൽ ഞാൻ ഒതുക്കിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഹല്ലേലൂയ ഈ ദൈവ സാന്നിധ്യം, ഈ ദൈവ വെളിപ്പാട്, ഈ ദൈവത്തിൻ്റെ ദൂത് ഞാൻ സഭയെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.